ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലത്ത് പ്രാക്കുളത്തുള്ള ഒരു ഐലാൻഡിൽ പോവുകയാണ്. സാമ്പ്രാണിക്കൊടി എന്നാണ് ഐലാൻഡിൻ്റെ പേര്. അപ്പോൾ ഞാനും അമ്മയും നീനും കൂടെ ബസ്സിനകത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ബസ് കിട്ടിയായിരുന്നു. കൊല്ലം വഴി തൃശ്ശൂർ പോകുന്ന ബസ്സാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കൊല്ലം ഡിപ്പോയിൽ ഇറങ്ങിയിട്ടൊരു ഓട്ടോയിൽ കൊല്ലം ഡിപ്പോയിൽ നിന്ന് അഞ്ചാലിമൂടിലോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ നമുക്ക് കൃത്യ സ്ഥലം അറിഞ്ഞൂട. നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ കണ്ടാണ് പോകുന്നത്. അങ്ങനെ ഓട്ടോ ഡ്രൈവർ അഞ്ചാലിമൂട് എത്തിയിട്ട് വേറൊരു ഓട്ടോ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിച്ചു പ്രാക്കുളം എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിതാ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാനും അമ്മയും നീനും കൂടെ സാമ്പ്രാണിക്കൊടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട്, അതായത് അഞ്ചാലിമൂട് കൊണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നൊരു ഓട്ടോയിൽ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഓണം ഫെസ്റ്റിവലാണ് അവർ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. അതായത് എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഒരു ഓട്ടം ആരോ വിളിച്ച് അർജൻറ്റായിട്ട് ഒരു ഓട്ടം വിളിച്ചപ്പോൾ വന്നതാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാമ്പ്രാണിക്കൊടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് നമ്മൾ നേരെ പോവുകയാണ്. 450 രൂപയാണ്. ഒരാൾക്ക് 150 രൂപ വെച്ചാണ്. പിന്നെ 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് സൗജന്യമാണ്. അപ്പോൾ അമ്മയടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബോട്ട് വരണം. ഈ കാണുന്നത് ജ്യൂസ് ഷോപ്പും റെസ്റ്റോറൻറ്റുമാണ്, ഫാമിലി റെസ്റ്റോറൻറ്റുമാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങോട്ട് വരണം. അമ്മു അവിടെ നിൽക്കാൻ. അമ്മ അവിടെ നിന്നോ, നീ പാടി. ഭയങ്കര കളിച്ചിടി. ആ ടിക്കറ്റ് എടുത്തു. അമ്മ അമ്മ വാ, ടിക്കറ്റ് എടുത്തല്ല. വാ, ഞങ്ങൾ 13. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളു. ഇവര് 13 പേരുണ്ട്. ചോദിക്കട്ടെ, നമ്മൾ 3 പേരേ ഉള്ളു. ആ, അവര് 13 പേര്. ആ അല്ല, ഞങ്ങള് ഇല്ല ഇല്ല, ഞങ്ങള് പ്രത്യേകമാണ്. ഇതങ്ങോട്ട് നീങ്ങി. ഇനി നമ്മളും അവരുമായിട്ടാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സീറ്റുണ്ട്. ഗൈസ് അമ്മയുടെ എക്സൈറ്റ്മെന്റ് പെട്ടുണ്ടോടെ. ഇവിടെ അപ്പോൾ ഗൈസ്, ഞങ്ങൾ 3 പേരും കൂടെ തൻ്റെ ബോട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇതാണ് സാമ്പ്രാണിക്കൊടി ഐലാൻഡ്. അപ്പോൾ ഇത് 2 ഏക്കറിലും കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയാണ് നമുക്ക് ഈ സാമ്പ്രാണിക്കൊടിയിലോട്ട് പോവേണ്ടത്. സുരക്ഷയ്ക്കുള്ള ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തോട്ട് പ്രവേശിക്കും മുമ്പേ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരും എവിടം വരെ പോവാം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നൊരു പ്ലേസാണ്.
കൊല്ലം സാമ്പ്രാണിക്കൊടി ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് നല്ല സന്തോഷത്തിൽ അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. കൊടി പോയി തോടടി അപ്പൊ അതുവരെ പോണ്ടേ. കാല് ചവിട്ടുമ്പോഴേ ഒറ്റയടിക്ക് ചവിട്ടി താക്കരുത്. പയ്യെ ചവിട്ടി നോക്കി. തോടുണ്ടെങ്കിൽ തോടിൽ നിന്ന് കാല് മാറ്റി ചവിട്ടും. മുരിങ്ങത്തോടാണെങ്കിൽ കാല് മുറി ബാക്കിയുള്ള ഇനി അങ്ങോട്ട് പോകണ്ട നല്ല കളി. അപ്പുറത്തോട്ട് പോകല്ലോ. അപ്പുറത്ത് പോവല്ലേ അപ്പോൾ ഗൈസ് ഞങ്ങളാണെങ്കിൽ ഞാനും നീനും അമ്മയും കൂടെ ഇവരിത്രയും പേര് നിൽക്കുന്ന ധൈര്യത്തിൽ ഞങ്ങൾ അവരെ പുറകെ പോയി ആ കൊടിയിലൊക്കെ ഒന്ന് പോയി പിടിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവർ ഈ കളിക്കണയൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കൊച്ചു പിള്ളേരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് കളിക്കണയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നീന്തലൊക്കെ പഠിപ്പിക്കുകയാണ് അവിടെ ഇട്ട്. അപ്പോൾ അതാണ്ട് അമ്മയും നീനും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദൂരമൊന്നും വേറെ ആരും വന്നില്ല കേട്ടോ. ഞങ്ങൾ തന്നെ ഇവരുടെ ഒരു ബലത്തിലാണ് വന്നത്. അവർക്ക് നീന്താനൊക്കെ അറിയാമല്ലോ. അതായത് ഇപ്പം നമുക്ക് അറിഞ്ഞൂടല്ലോ ഏതൊക്കെ ഭാഗത്ത് പോയിക്കൂടാന്ന്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു തരും വരുമ്പോഴും. എന്നാലും നമ്മൾ ആ കളിക്കുന്ന ആ ഒരു ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ നമ്മൾ ഈ റെഡ് കളർ കൊടിയുടെ അതുവരെ പോകാൻ പാടുള്ളൂ. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. കൊച്ചു കുട്ടികളെ കൂടെ കൊണ്ടുവരുന്നതിന് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു പ്ലേസാണ് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിൽ വീഴുമെന്നോ അങ്ങനെയൊന്നും പേടിക്കേണ്ട. കാരണം ഇവിടെ ദാണ്ട് പിള്ളേരൊക്കെ കൊച്ചു കൊച്ചു പിള്ളേരാണ് ദാണ്ട് നീന്തിയൊക്കെ വെള്ളത്തിൽ കിടന്ന് നീന്തിയൊക്കെ ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇത് കണ്ടൽ കാടുകളാണ് കേട്ടോ. പിന്നെ കൊച്ചു പിള്ളേരൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അവർ നീന്തിയൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഏതാണ്ട് വള്ളത്തിൽ പോകുന്നുണ്ട് ആൾക്കാർ വേറെ ഐലാൻഡുകളിലോട്ട്. പിന്നെ ആ റെഡ് കൊടി കണ്ടില്ലേ, നേരത്തെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവരുടെ സഹായത്തോട് നമ്മൾ ആ കൊടിയിൽ പോയി തൊട്ടു. പിന്നെ തിരിച്ചു വന്നു കേട്ടോ. അത്രയും ദൂരത്ത് നമ്മൾ പോയിട്ടുണ്ട്. വേറെ അങ്ങനെ ആൾക്കാർ പോയില്ല. അവർക്ക് പേടിയായതുകൊണ്ട് അവർ പോയില്ല. പിന്നെ അവിടുത്തെ ആൾക്കാരായിരുന്നു അവിടെ നിന്നത്. അപ്പോൾ അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവരുടെ സഹായത്തോട് ഞങ്ങൾ അവിടെ പോയി ആ കൊടിയിലൊന്ന് തൊട്ടിട്ട് തിരിച്ചു വന്നു. അതിനപ്പുറം പോകാൻ പാടില്ല കേട്ടോ. അതിനപ്പുറം ഡേഞ്ചറാണ്. അത് നമ്മൾ വരുമ്പോഴേ അവർ പറയും. വള്ളങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ വള്ളങ്ങൾ. പിന്നെ കൊച്ചു പിള്ളേർ നീന്തി കളിക്കുന്നു വെള്ളത്തിൽ. അവർ കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. നേരെ സാമ്പ്രാണിക്കൊടിയിലോട്ട് പോവും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. വരുന്ന ആൾക്കാരെല്ലാം വാങ്ങിക്കാറുണ്ട്. പിന്നെ ഏതാണ്ട് കണ്ടൽക്കാടുകൾ കണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റെ സൈഡിലോട്ടൊരു ആൻറ്റി ഇരുന്ന് കക്ക ക്ലീൻ ചെയ്യുന്നുണ്ട്. അവിടെ പറഞ്ഞ ആൾക്കാർ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല രീതിയിൽ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും വരാൻ പറ്റിയൊരു പ്ലേസാണ്. ഇപ്പോൾ പ്രായമായ ആൾക്കാർക്ക് പോലും പറഞ്ഞതിനൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. എൻ്റെ കണ്ടൽക്കാടുകൾ ഉണ്ടല്ലേ. ഒരു ആളിരുന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കക്ക വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടല്ലോണ്ട് കല്ലുമക്കായിക്ക് നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ദാണ്ട്
ഇപ്പം നല്ല രീതിയിൽ വെള്ളശലം കൂടെ കൂടിയതുപോലെ തോന്നുന്നു കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഇത്ര ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ കക്ക ശരിയാക്കണ ആൻറ്റിയുടെ അടുത്തൊന്ന് പോയിട്ട് വരാം കേട്ടോ. അതായത് കക്ക നീറ്റാക്കി കൊടുക്കും അവർ. അപ്പോൾ അത് ഇവിടെ വരുന്ന ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും. നല്ല ഫ്രഷ് ആയിട്ടുള്ള കക്കയാണല്ലോ. കടയിൽ നല്ല തിരക്കുണ്ട്, ആൾക്കാരെല്ലാം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. രണ്ട് ബോട്ടുകൾ, ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. ബോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് പോകാൻ വേണ്ടി ബോട്ട് കിടപ്പുണ്ട്. എൻ്റെ കക്ക ക്ലീൻ ചെയ്യണത് നമ്മൾ കാണാൻ വരണതാണ് കേട്ടോ. ഒരു ആൻറ്റി ഇരുന്ന് വെള്ളം ഒതുക്കിയിട്ടിങ്ങനെ വള്ളത്തിലിരുന്ന് കക്ക ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ടൽക്കാട് കണ്ടല്ലോ. 2 ഏക്കറിലും കണ്ടൽക്കാടുകളുടെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു കായൽ. കായലിൻ്റെ നടുവിലൂടെ ഒരു നടത്ത. ഇത് സൂപ്പറല്ലേ? എൻ്റെ കക്ക കണ്ടല്ലോ. ഇത് കല്ലുമ്മക്കായി. ഇങ്ങനെ അമ്മയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ലോങ് വീഡിയോസ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ട്രാവൽ വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ട്രാവൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ട്രാവൽ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്റെ മുല്ലക്കൊടിയേ എൻ മഞ്ഞൾത്തുളിയേ ഇണങ്ങാതിടൂ. ഗൈസ് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഏകദേശം 3 മണിയായി ഫുഡ് കഴിച്ചപ്പോൾ. ഞങ്ങൾ രാവിലെ പോവാൻ നേരത്ത് കാപ്പിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ചപ്പാത്തിയും കടലക്കറിയായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ എനിക്കും നീനുവിനും കൂടെ വാരിത്തരാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ആയി കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ നല്ല തിരക്കൊക്കെ ആയി. സൂപ്പർ പ്ലേസാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മ നീനുവിന് വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കടലക്കറിയാണ് കേട്ടോ, ചപ്പാത്തിയും കടലക്കറിയും. ഇവിടെ ഒരു ആൻറ്റി ഇരുന്ന് കക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ വള്ളങ്ങൾ ഉണ്ടല്ലോ, ഈ വള്ളത്തിൽ 7 പേർക്ക് വരെ പോവാം. ഒരാൾക്ക് 50 രൂപ വെച്ചാണ്. വേറെ ഐലാൻഡുകളിലോട്ട് കൊണ്ടുപോകും നമ്മളെ. പിന്നെ നല്ലൊരു പ്ലേസാണ്, ആരും മിസ് ചെയ്യില്ല ഇവിടെ വരാൻ. കാരണം ഫാമിലിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എനിക്കും എൻ്റെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിവിടെ പറഞ്ഞ സാമ്പ്രാണിക്കൊടിയാണ്. കാക്കുളത്താണ് സ്ഥിതി ചെയ്യുന്നത്, കൊല്ലം ജില്ലയിൽ. ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ബോട്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു പ്ലേസാണ് സാമ്പ്രാണിക്കൊടി ഐലാൻഡ്. അത് കൊല്ലം ജില്ലയിൽ പ്രാക്കുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആണ് സാമ്പ്രാണിക്കൊടി ഐലാൻഡ്. ഇത് കണ്ടൽക്കാടുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വെച്ചൊരു കടയുണ്ട്. 4-5 കടകളൊക്കെ ഉണ്ട് കേട്ടോ. സോഡ നാരങ്ങ, പിന്നെ അങ്ങനെ ലേസ് അങ്ങനത്തെ ഐറ്റംസ് വെക്കുന്നത്. പിന്നെ കക്ക ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചെറിയ ചെറിയ വള്ളങ്ങളാണ്. വള്ളത്തിൽ നമുക്ക് കയറുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ്. ഈ വള്ളത്തിൽ കയറി നമുക്ക് വേറെ ഐലാൻഡിലോട്ട് പോകാൻ പറ്റും. ഇവിടെ 4-5 ഐലാൻഡുകളുണ്ട് അപ്പുറത്ത്. നമ്മൾ ഈ കായൽ കടന്ന് പോകുമ്പം വേറെ ഐലാൻഡുകളൊക്കെ ഉണ്ട്. അപ്പം സൂപ്പർ ഒരു പ്ലേസാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇതാ ബോട്ട് കിട്ടി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ദിനാശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കേണ്ട, അത് സൗജന്യമാണ്. പിന്നെ ആളൊന്നിന് 150 വെച്ചാണ്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ 450 രൂപയാണ് ടിക്കറ്റിന്. അപ്പോൾ നമുക്കിഷ്ടമുള്ള സമയം വരെ അവിടെ നിൽക്കാം കേട്ടോ. നല്ലൊരു പ്ലേസാണ്. എല്ലാ പ്രായക്കാർക്കും വരാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. സാമ്പ്രാണിക്കൊടി ഐലാൻഡ്. അത് കൊല്ലം ജില്ലയിൽ പ്രാക്കുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. 100% ഗ്യാരണ്ടി ഞാനാണ്. സൂപ്പർ പ്ലേസാണ്. എല്ലാവർക്കും വരാൻ പറ്റിയൊരു പ്ലേസാണ് ഗൈസ്. ഇപ്പോൾ വഴിയോര കച്ചവടം ഉണ്ടുണ്ട്. ടീഷർട്ട് 120, 100, 130. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.